ഭൂനികുതി 50% വർദ്ധിപ്പിച്ച LDF സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തിരുവഴിയാട് വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച LDF സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തിരുവഴിയാട് വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി KG എൽദോ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 9 വർഷത്തോട് അടുക്കുകയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട്. ഈ 9 വർഷത്തെ ഈ ഭരണം പരിശോധിച്ചാൽ നമുക്കറിയാം, നികുതികൾ വർദ്ധിപ്പിക്കുക, ഫീസുകൾ വർദ്ധിപ്പിക്കുക, സർക്കാർ കൊടുക്കുന്ന സൗകര്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകൾ വർദ്ധിപ്പിക്കുക, നികുതികൾ വർദ്ധിപ്പിക്കുക, സെസ് വർദ്ധിപ്പിക്കുക, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ അങ്ങനെ റവന്യൂ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തയോടെ മുമ്പോട്ട് പോകുന്ന ഒരു ജനവിരുദ്ധ സർക്കാരാണ് കേരളം ഭരിച്ചു മുമ്പോട്ട് പോകുന്നത്. മറിച്ചോ, ഗവൺമെന്റിന്റെ പ്രയോറിറ്റി പ്രകാരം ഈ നാട്ടിലെ ആർക്കാണ് ഒരു സൗകര്യം ഈ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ? ക്ഷേമ പെൻഷൻ മേടിക്കുന്ന സാധാരണക്കാരെ ആളുകൾക്ക് ഇപ്പോഴും 3 മാസത്തിലധികം ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. കഴിഞ്ഞ കാലത്താണ് ആ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൊള്ള വില കൊടുത്തിട്ടാണ് പെട്രോളും ഡീസലും വാങ്ങുന്നത്. ആ ഡീസലിനും പെട്രോളിനും 2 രൂപ സെസ് ഏർപ്പെടുത്തി. എന്തിനു വേണ്ടി ഏർപ്പെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ സെസ് ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞു. കൊടുത്തോ പെൻഷൻ? മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് SM ഷാജഹാൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി M പത്മഗിരീശൻ, KV ഗോപാലകൃഷ്ണൻ, K കുഞ്ഞൻ, A സുന്ദരൻ, MJ ആന്റണി, VP രാജു, S കാസിം, വിനീത് കരിമ്പാറ, VM സ്കറിയ, V ബാലകൃഷ്ണൻ, M ശിവപ്രസാദ്, A ജയാനന്ദൻ, PR രാജേഷ്, KG രാഹുൽ, ഷനു പൂഞ്ചേരി, A മോഹൻദാസ്, ഡാനിഷ് മാത്യു, MM മനോജ്, KG കുട്ടൻ, R രാജേഷ് എന്നിവർ സംസാരിച്ചു.